അപ്പോൾ എന്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും എന്റെ ബിസിനസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോ ഇന്ന് ഞാനൊരു വെറൈറ്റി ആയിട്ടുള്ള ടോപ്പിക് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് തമ്പുനയിൽ കണ്ടാൽ തന്നെ മനസ്സിലായിരിക്കും എന്താണ് ടോപ്പിക് എന്നുള്ളത്. നമുക്ക് എത്ര ഫാദേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ പിതാക്കന്മാരുണ്ട് എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പൊ ആരും തെറ്റിദ്ധരിക്കുന്നു വേണ്ട, കാരണം നമ്മളുടെ കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാദേഴ്സിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. അപ്പൊ ഫസ്റ്റ് വൺ, ഹു ഈസ് ദ ഫാദർ ഓഫ് കൊമേഴ്സ്? നമുക്കറിയാം, നമ്മൾ കൊമേഴ്സ് ആണ് പഠിക്കുന്നത്. അപ്പൊ കൊമേഴ്സിന്റെ ഫാദറെ അറിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കൊമേഴ്സിന്റെ ഫാദർ എന്ന് പറയുന്നത് പോസൈഡോൺ എന്ന് പറയുന്ന ഒരാളാണ്. അപ്പോ അക്കോർഡിംഗ് ടു ഗ്രീക്ക് മെത്തഡോളജി, പോസൈഡോൺ ഈസ് ദ ഫാദർ ഓഫ് കൊമേഴ്സ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഗ്രീക്ക് പുരാണ പ്രകാരം പോസൈഡോണെ വാണിജ്യത്തിന്റെ പിതാവായി കണക്കാക്കുന്നു. കടലിന്റെ ദേവനായിട്ട് കൂടി അദ്ദേഹത്തെ കണക്കാക്കപ്പെടുന്നു. വാണിജ്യത്തിനും വ്യാപാരത്തിനും കൂടുതൽ പ്രാധാന്യമുള്ള തുറമുഖങ്ങൾക്കിടയിൽ ചരക്കുകളും വസ്തുക്കളും നീക്കാൻ വലിയ കപ്പലുകൾ നൂറ്റാണ്ടുകളായി സഞ്ചരിച്ചത് കടലിനു കുറുകെയാണ്. ഈ വാണിജ്യത്തിന് ആക്കം കൂട്ടിയതിൽ പോസൈഡോൺ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട്. സെക്കൻഡ് വൺ, ഫാദർ ഓഫ് ഇന്ത്യൻ കൊമേഴ്സ്. കൊമേഴ്സിനെ കുറിച്ച് നമ്മൾ ജനറൽ ആയിട്ടുള്ള കൊമേഴ്സിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഇന്ത്യൻ കൊമേഴ്സിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. കെ വൈദീശ്വരനാണ് നമ്മുടെ ഇന്ത്യൻ കൊമേഴ്സിന്റെ ഫാദർ എന്ന് അറിയപ്പെടുന്നത്. അപ്പോൾ നമുക്ക് കെ വൈദീശ്വരനെ കുറിച്ച് കൂടുതലായി അറിയാം. കെ വൈദീശ്വരൻ അടുത്തിടെ പുറത്തിറങ്ങിയ ഫെയിലിംഗ് ടു സക്സീഡ് ദ സ്റ്റോറി ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് ഇ കൊമേഴ്സ് കമ്പനി എന്ന പുസ്തകത്തിന്റെ രചയിതാവാണ്. ഇന്ത്യയിലെ ഇ കൊമേഴ്സിന്റെ പിതാവെന്ന് പരക്കെ പ്രശംസിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇ കൊമേഴ്സ് കമ്പനിയായ ഫാബ്മാർട്ട്.com പിന്നീട് ഇന്ത്യാപ്ലാസ.com എന്ന് പുനർനാമകരണം ചെയ്തു. അത് 1999 അദ്ദേഹം സ്ഥാപിച്ചു. നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് ഇൻഡസ്ട്രി. നമ്മളുടെ ഇൻഡസ്ട്രീന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വെൽ നോൺ പേഴ്സൺ ആണ് ടാറ്റ. ജംഷെഡ്ജി നുസർവജി ടാറ്റ. അപ്പൊ നമുക്ക് ടാറ്റയെ കുറിച്ച് കൂടുതലായി അറിയാം. ടാറ്റ ഇന്ത്യൻ വ്യവസായത്തിന്റെ ഇതിഹാസ പിതാവായിട്ടാണ് ടാറ്റയെ കണക്കാക്കുന്നത്. വ്യവസായ ലോകത്ത് അദ്ദേഹം വളരെയധികം സ്വാധീനം ചെലുത്തിയതിനാൽ ജവഹർലാൽ നെഹ്റു ടാറ്റയെ വൺ മൻ പ്ലാനിംഗ് കമ്മീഷൻ എന്നാണ് വിശേഷിപ്പിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ ജനനം മാർച്ച് 3, 1839 ബോംബെയിലായിരുന്നു. തന്റെ ആദ്യകാല ജീവിതത്തിൽ ടാറ്റ ഒരു വ്യാപാരിയായിരുന്നു. ടാറ്റ പരുത്തി, പന്തി, ഇരുമ്പ് തുടങ്ങിയ വ്യവസായ മേഖലകളിലൂടെ ആധുനിക സമ്പദ് വ്യവസ്ഥയുടെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മാതാക്കളിൽ ഒരാളായി അറിയപ്പെട്ടു. ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് കമ്പനിയാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യവസായം. ഇതുകൂടാതെ അദ്ദേഹം മറ്റു പല മേഖലകളിലും ഉദ്യമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ ഫാദർ ആരാണെന്നുള്ളതാണ് അധിക സ്റ്റുഡൻസും കേൾക്കാൻ സാധ്യതയുള്ള ഒരാളാണ് പീറ്റർ എഫ് ഡ്രക്കർ. ഇദ്ദേഹത്തെ നമ്മൾ ഫാദർ ഓഫ് മാനേജ്മെന്റ് തിയറി ആയിട്ട് കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. പീറ്റർ എഫ് ഡ്രക്കർ ഒരു ഓസ്ട്രേലിയൻ വംശജനായ അമേരിക്കൻ മാനേജ്മെന്റ് കൺസൾട്ടന്റ്, അധ്യാപകൻ, എഴുത്തുകാരൻ എന്നീ മേഖലകളിൽ പ്രാബല്യം തെളിയിച്ച ആളായിരുന്നു. അദ്ദേഹത്തിന്റെ രചനകൾ ആധുനിക ബിസിനസ് കോർപ്പറേഷന്റെ ദാർശനികവും പ്രായോഗികവുമായ അടിത്തറയ്ക്ക് കാരണമായി. മാനേജ്മെന്റ് വിദ്യാഭ്യാസത്തിന്റെ വികാസത്തിലെ ഒരു നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം. ലക്ഷ്യങ്ങളും സ്വയം നിയന്ത്രണവും ഉപയോഗിച്ച് മാനേജ്മെന്റ് എന്ന ആശയം കണ്ടുപിടിച്ചു. അദ്ദേഹത്തെ ആധുനിക മാനേജ്മെന്റിന്റെ സ്ഥാപകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് ഫാദർ ഓഫ് അക്കൗണ്ടിങ്. അക്കൗണ്ടിങ്ങിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ് ലൂക്ക പാസോളി എന്ന് പറയുന്ന ഒരു ആളാണ് നമ്മളുടെ അക്കൗണ്ടിങ് ഫാദർ എന്ന് അറിയപ്പെടുന്നത്. അപ്പൊ നമുക്ക് ലൂക്ക പാസോളിനെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ഫാദർ ഓഫ് അക്കൗണ്ടിങ് ലൂക്ക പാസിയോളി 1447 വടക്കൻ ഇറ്റലിയിൽ ബോർഗോ സാൻ സെപഗ്രോയിൽ ജനിച്ച സന്യാസിയാണ് ലൂക്ക പാസിയോളി. 1517 ജൂൺ 19 അദ്ദേഹം അതേ പട്ടണത്തിൽ വെച്ച് മരിച്ചു എന്ന് വിശ്വസിക്കപ്പെടുന്നു. യൂറോപ്പിൽ അക്കൗണ്ടിന്റെയും ബുക്ക് കീപ്പിംഗിന്റെയും പിതാവ് എന്ന് അറിയപ്പെടുന്നു. ഭൂഖണ്ഡത്തിലെ പുസ്തക സൂക്ഷിക്കൽ ഇരട്ട പ്രവേശന സംവിധാനത്തെക്കുറിച്ച് ഒരു കൃതി പ്രസിദ്ധീകരിച്ച രണ്ടാമത്തെ വ്യക്തിയാണ് അദ്ദേഹം. എന്നാൽ ഫാദർ ഓഫ് ഇന്ത്യൻ അക്കൗണ്ടിംഗ് എന്നതിൽ അറിയപ്പെടുന്നത് ശ്രീ കല്യാൺ സുബ്രഹ്മണി അയ്യരാണ്. നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് ഇക്കണോമിക്സ്. ഇക്കണോമിക്സിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. അത് ആഡം സ്മിത്ത് ആണ്.
നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതായിരിക്കും. ഇക്കണോമിക്സ് സ്റ്റുഡൻസ് ആയാലും കൊമേഴ്സ് സ്റ്റുഡൻസ് ആയാലും കേൾക്കാൻ ഏറ്റവും കൂടുതൽ കേട്ട ഒരു വാക്കായിരുന്നു. ഞാൻ ഇക്കണോമിക്സ് പഠിക്കുന്ന സമയത്ത് ആഡം സ്മിത്തിന്റെ തിയറീസ് ഒക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ ഇക്കണോമിക്സ് സ്റ്റാർട്ട് ചെയ്യാൻ പഠിക്കാൻ. അപ്പൊ നമുക്ക് കൂടുതലായി എന്തൊക്കെയാണ് ആഡം സ്മിത്ത് ചെയ്തിരുന്നത് എന്നതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ആഡം സ്മിത്ത് ഒരു ബ്രിട്ടീഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും തത്വചിന്തകനുമാണ്. സ്കോട്ട്ലൻഡിൽ ജനിച്ച എഴുത്തുകാരനാണ്. അതിലുപരി സാമ്പത്തികത്തിന്റെ പിതാവാണ്, അല്ലെങ്കിൽ മുതലാളിത്തത്തിന്റെ പിതാവും എന്ന് അറിയപ്പെടുന്നു. 1776 പുറത്തിറങ്ങിയ ദ വെൽത്ത് ഓഫ് നേഷൻ എന്ന പുസ്തകത്തിലൂടെയാണ് സ്മിത്ത് ഏറ്റവും പ്രശസ്തനായത്. ക്ലാസിക്കൽ സ്വതന്ത്ര കമ്പോള സാമ്പത്തിക സിദ്ധാന്തത്തിന്റെ അടിത്തറ സ്മിത്ത് സ്ഥാപിച്ചു. സാമ്പത്തിക ശാസ്ത്രത്തിന്റെ ആധുനിക അക്കാദമിക് അച്ചടക്കത്തിന്റെ മുന്നോടിയായിരുന്നു വെൽത്ത് ഓഫ് നേഷൻസ്. ഇതിലും മറ്റു കൃതികളിലും അദ്ദേഹം തൊഴിൽ വിഭജനം എന്ന ആശയം വികസിപ്പിക്കുകയും യുക്തിസഹമായ സ്വാർത്ഥ താല്പര്യവും മത്സരവും സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് എങ്ങനെ നയിക്കുമെന്നും വിശദീകരിച്ചു. സ്വന്തം ദിവസത്തെ തന്നെ സ്മിത്ത് വിവാദത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ പൊതുവായ സമീപനവും എഴുത്ത് രീതിയും പലപ്പോഴും ഫോറസ്റ്റ് വാൾപോളിനെ പോലുള്ള എഴുത്തുകാർ ആക്ഷേപഹാസ്യമാക്കിയിരുന്നു. എന്നാൽ ഫാദർ ഓഫ് മോഡേൺ ഇക്കണോമിക്സ് ആയി അറിയപ്പെടുന്നത് സാമുവൽസൺ ആണ്. നെക്സ്റ്റ് വൺ, ഫാദർ ഓഫ് ഫിനാൻസ്. നമുക്കറിയാം ഫിനാൻസ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മുടെ ബിസിനസ്സിലായാലും ലൈഫിലായാലും. അപ്പൊ ഫിനാൻസ് ആരാണ് ഇൻവെന്റ് ചെയ്തത്? അവർ തന്നെയാണ് അത് ഫൗണ്ട് ചെയ്തിട്ടുള്ളതും. അപ്പൊ നമുക്ക് ആരാന്ന് നോക്കാം. തോമസ് കെ എന്ന് പറയുന്ന സാറാണ്. അപ്പൊ നമുക്ക് കൂടുതലായി എന്താണ് തോമസ് കെന്റെ ക്യാരക്ടേഴ്സ് എന്നുള്ളത് അറിയാം. തോമസ് കെ മക്രോ ഒരു അമേരിക്കൻ ബിസിനസ് ചരിത്രകാരനും ഹാർവാർഡ് ബിസിനസ് സ്കൂളിലെ എമിറിറ്റസും കൂടാതെ ബിസിനസ് ചരിത്രത്തിലെ പ്രൊഫസറുമായിരുന്നു. റെഗുലേഷൻ പ്രവാചകർക്കായി 1985 ചരിത്രത്തിനുള്ള പുലിസ്കർ സമ്മാനം നേടി. ചാൾസ് ഫ്രാൻസിസ് ആഡംസ്, ലൂയിസ് ഡി ബ്രാൻഡിസ്, ജെയിംസ് എ ലാൻഡിസ്, ആൽഫ്രഡ് ഈക്കാൻ എന്നിവർ സാമ്പത്തിക ശാസ്ത്രത്തിലെ മുള്ളുള്ള പ്രശ്നങ്ങൾ പര്യവേഷണം ചെയ്യാൻ അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രം ഉപയോഗിച്ചു. നെക്സ്റ്റ് വൺ, നമ്മളിപ്പോ ഫിനാൻസിന്റെ ഫാദർ ആരാണ് എന്നുള്ള പറഞ്ഞത്. പക്ഷെ നമ്മൾ മോഡേൺ ഫിനാൻസ്, ഇപ്പോഴുള്ള ഫിനാൻസിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, നമുക്കറിയാലോ. അപ്പൊ മോഡേൺ ഫിനാൻസിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. അത് എഗ്നെ എഫെമ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾക്ക് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. സാമ്പത്തിക ശാസ്ത്രത്തിലെ നോബൽ സമ്മാന ജേതാവായ യൂജിൻ എഫെമ ആധുനിക ധനകാര്യത്തിന്റെ പിതാവ് ആയി പരക്കെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തിന്റെ ഗവേഷണങ്ങൾ അക്കാദമിക് നിക്ഷേപ കമ്മ്യൂണിറ്റികളിൽ നന്നായി അറിയാം. വിപണികളെ കുറിച്ചുള്ള ഗവേഷണങ്ങൾ, പ്രത്യേകിച്ച് കാര്യക്ഷമമായ വിപണിയുടെ പരികൽപ്പന എന്നിവയിലൂടെ അദ്ദേഹത്തെ ശക്തമായി തിരിച്ചറിയുന്നു. അപകട സാധ്യതയും പ്രതീക്ഷിച്ച വരുമാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പോർട്ട്ഫോളിയോ മാനേജ്മെന്റിനെ ബാധിക്കുന്നതിനെക്കുറിച്ചും അദ്ദേഹം നടത്തിയ ഗവേഷണങ്ങളിൽ ഭൂരിഭാഗവും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. അദ്ദേഹം ഫിനാൻസ് മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. 2 പുസ്തകങ്ങൾ രചിക്കുകയും 100-ലധികം ലേഖനങ്ങൾ അക്കാദമിക് ജേണലുകൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്ത സമർത്ഥനായ എഴുത്തുകാരനാണ് ഫെമ. സാമ്പത്തിക ശാസ്ത്രത്തിലെ ഏറ്റവും മഹാന്മാരായ ഗവേഷകരിൽ ഒരാളാണ് അദ്ദേഹം. ഇനി നമ്മൾ പറയാൻ പോകുന്നത്, എവിടെ പോയാലും നമുക്ക് വേണ്ട ഒരു സബ്ജക്റ്റാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അത് ഏതൊരു ഫീൽഡിലായാലും നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ് സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറയുന്നത്. അതിന്റെ പിതാവ് ആരാണ് എന്നുള്ളതാണ്. അത് സർ റൊണാൾഡ് ഫിഷർ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. ഫാദർ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് സർ റൊണാൾഡ് ഫിഷർ. സർ റൊണാൾഡ് ഫിഷർ ബ്രിട്ടീഷ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ, ജനിതക ശാസ്ത്രജ്ഞൻ, യുജനിസ്റ്റിക്സ് പ്രൊഫസർ എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്. സ്ഥിതിവിവരക്കണക്കുകളിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനത്തിന് ആധുനിക സ്റ്റാറ്റിസ്റ്റിക്കൽ സയൻസിന്റെ അടിത്തറ ഏതാണ്ട് ഒറ്റയ്ക്ക് സൃഷ്ടിച്ച പ്രതിഭ എന്നും ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്നും വിശേഷിപ്പിക്കപ്പെടുന്നു. 20-ാം നൂറ്റാണ്ടിലെ സ്ഥിതിവിവര കണക്കുകൾ ജെനറ്റിക്സിൽ അദ്ദേഹത്തിന്റെ കൃതികൾ ബെന്തലിയൻ ജനിതകവും സ്വാഭാവിക തിരഞ്ഞെടുപ്പും സംയോജിപ്പിക്കാൻ ഗണിതക ശാസ്ത്രത്തെ ഉപയോഗിച്ചു. ആധുനിക സിന്തസിസ് എന്നറിയപ്പെടുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഡാർവിനിസത്തിന്റെ പുനരുജ്ജീവനത്തിന് ഇത് കാരണമായി. ബയോളജിയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകളെ സംബന്ധിച്ചിടത്തോളം ഫിഷറിന്റെ ഡാർവിന്റെ പിൻഗാമികളിൽ ഏറ്റവും വലിയവൻ എന്നും അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നു. നെക്സ്റ്റ് വൺ, ഒരു ബിസിനസ്സിന് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യം മാർക്കറ്റിംഗ്. മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു ബിസിനസ്സിന് അതിന്റെ ഒരു റവന്യൂ ഉണ്ടാക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ മാർക്കറ്റിംഗിൽ പുതുതായിട്ടുള്ള ഇൻവെൻഷൻസ് ഒക്കെ കണ്ടെത്താൻ ഭയങ്കര ശ്രമിക്കുന്നുണ്ട്. അപ്പൊ മാർക്കറ്റിംഗിന്റെ പിതാവ് ആരാണ് എന്നുള്ളത് പറയുന്നത്
അത് ഫിലിപ്പ് കോട്ട്ലർ. ഫാദർ ഓഫ് മാർക്കറ്റിംഗ് ഫിലിപ്പ് കോട്ട്ലർ. ഫിലിപ്പ് കോട്ട്ലർ ഒരു അമേരിക്കൻ മാർക്കറ്റിംഗ് എഴുത്തുകാരൻ, കൺസൾട്ടന്റ് ആൻഡ് പ്രൊഫസർ ആയിരുന്നു. നോർത്ത് വെസ്റ്റേൺ യൂണിവേഴ്സിറ്റിയിലെ കൊല്ലോഗ് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ ഇന്റർനാഷണൽ മാർക്കറ്റിംഗിൽ മാർക്കറ്റിംഗ് മിശ്രിതത്തിന് നിർവചനം അദ്ദേഹം നൽകി. മാർക്കറ്റിംഗ് മാനേജ്മെന്റ്, പ്രിൻസിപ്പിൾസ് ഓഫ് മാർക്കറ്റിംഗ്, കോട്ട്ലർ ഓൺ മാർക്കറ്റിംഗ്, മാർക്കറ്റിംഗ് ഇൻസൈറ്റ് ഫ്രം എ ടു സെഡ്, മാർക്കറ്റിംഗ് 4.0, മാർക്കറ്റിംഗ് പ്ലേസസ്, മാർക്കറ്റിംഗ് ഓഫ് നേഷൻസ്, വിന്നിംഗ് ഗ്ലോബൽ മാർക്കറ്റ്സ്, സോഷ്യൽ മാർക്കറ്റിംഗ്, സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ്, മൈ അഡ്വർടൈസിംഗ് ഇൻ മാർക്കറ്റിംഗ്, വിന്നിംഗ് അറ്റ് ഇന്നൊവേഷൻ എന്നിവയുൾപ്പെടെ 80-ലധികം പുസ്തകങ്ങളുടെ രചയിതാവാണ് അദ്ദേഹം. തന്ത്രപരമായ വിപണനത്തെക്കുറിച്ച് സമൂഹത്തിന്റെ ആവശ്യങ്ങളും വ്യാവസായിക പ്രതികരണ രീതിയും തമ്മിലുള്ള ബന്ധമാണ് എന്ന് കോട്ട്ലർ വിവരിക്കുന്നു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ സയന്റിഫിക് മാനേജ്മെന്റ് ഇൻവെന്റ് ചെയ്ത പേഴ്സണെയാണ്. ഫാദർ ഓഫ് സയന്റിഫിക് മാനേജ്മെന്റ് FW ടൈലർ എന്നറിയപ്പെടുന്ന ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. അപ്പൊ നമുക്ക് ടൈലറെ കുറിച്ച് കൂടുതലായിട്ടുള്ള കാര്യങ്ങൾ അറിയാം. ടൈലറെ എക്സ്പീരിയൻസ് എങ്ങനെയാണ് സയന്റിഫിക് ബിസിനസ്സിലേക്ക് സയന്റിഫിക് ആയിട്ടുള്ള ഇൻവെൻഷൻസ് ടൈലർ കൊണ്ടുവന്നത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാം. വ്യാവസായിക കാര്യക്ഷമത മെച്ചപ്പെടുത്താൻ ശ്രമിച്ച ഒരു അമേരിക്കൻ മെക്കാനിക്കൽ എഞ്ചിനീയർ ആയിരുന്നു ഫ്രെഡറിക് വിൻസ്ലോ ടൈലർ. ആദ്യത്തെ മാനേജ്മെന്റ് കൺസൾട്ടുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം. കാര്യക്ഷമത പ്രസ്ഥാനത്തിന്റെ നേതാക്കളിൽ ഒരാളായിരുന്നു ടൈലർ. അദ്ദേഹത്തിന്റെ ആശയങ്ങൾ വിശാലമായി സങ്കല്പിതപ്പെട്ടത് പുരോഗമന കാലഘട്ടത്തിൽ വളരെയധികം സ്വാധീനിച്ചു. 1911 ടൈലർ തന്റെ കാര്യക്ഷമത സാങ്കേതിക വിദ്യകൾ ദി പ്രിൻസിപ്പിൾസ് ഓഫ് സയന്റിഫിക് മാനേജ്മെന്റിൽ സംഗ്രഹിച്ചു. 2001 ഫെലോ ഓഫ് അക്കാദമി ഓഫ് മാനേജ്മെന്റ് 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും സ്വാധീനമുള്ള മാനേജ്മെന്റ് പുസ്തകമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഫാക്ടറി ഫ്ലോറിൽ നടത്തിയ പ്രവർത്തനങ്ങളിൽ എഞ്ചിനീയറിംഗ് തത്വങ്ങൾ ഉപയോഗിക്കുന്നതിലെ അദ്ദേഹത്തിന്റെ കല ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് എന്നറിയപ്പെടുന്ന എഞ്ചിനീയറിംഗ് ശാഖയിലെ നിർമ്മാണത്തിലും വികസനത്തിലും നിർണായക പങ്കുവഹിച്ചു. ശാസ്ത്രീയ മാനേജ്മെന്റിൽ ടൈലർ തന്റെ പേര് സൃഷ്ടിച്ചു. ടെന്നീസിൽ ദേശീയ തലത്തിൽ മത്സരിച്ച ഒരു കായിക താരം കൂടിയായിരുന്നു ടൈലർ. പറയാൻ പോകുന്നത് ടാക്സ്. അപ്പോൾ ടാക്സിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. ഫാദർ ഓഫ് ടാക്സ് രാജ റെസിഡോസ് ചെലിയ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. മദ്രാസ് ഓഫ് ഇക്കണോമിക്സിന്റെ സാമ്പത്തിക ശാസ്ത്ര സ്ഥാപക ചെയർമാൻ ആയിരുന്നു രാജ ജസ്ദോസ് ചെലിയ. മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ MA-യും അമേരിക്കയിൽ PhD-യും പൂർത്തിയാക്കി. 1969-നും 1975-നും ഇടയിൽ ധനകാര്യ വിശകലന വിഭാഗം, ധനകാര്യ വകുപ്പ്, അന്താരാഷ്ട്ര നാണയനിധി എന്നിവയുടെ തലവനായി പ്രവർത്തിച്ചു. സെന്റർ ഓഫ് പ്രൊവിഷണൽ ഫിനാൻഷ്യൽ റിലേഷൻ പപ്പുവ ന്യൂ ഗിനിയ സർക്കാരിന്റെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ചു. ഇന്ത്യയിലെ നിരവധി സംസ്ഥാന കേന്ദ്ര സർക്കാർ ധനകാര്യ സ്ഥാപനങ്ങളിലും പ്രവർത്തിച്ചു. നേരിട്ടുള്ള നികുതി ഘടനയിൽ ആദ്യകാല പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തെ ഇന്ത്യയിലെ ഒരു പൊതു ധനകാര്യ വിദഗ്ധനായി കണക്കാക്കി. 2007 അദ്ദേഹത്തിന് പത്മവിഭൂഷൺ ലഭിച്ചു. നികുതി പരിഷ്കരണത്തിന്റെ പിതാവ് എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. നമ്മളിപ്പോ പറഞ്ഞത് ടാക്സിന്റെ കാര്യം, ടാക്സിന്റെ ഫാദർ ആയിരുന്നു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇൻകം ടാക്സ്. അതും ഇന്ത്യയിലെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. ഫാദർ ഓഫ് ഇൻകം ടാക്സ് ഇൻ ഇന്ത്യ ജെയിംസ് വിൽസൺ എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാം. 19-ാം നൂറ്റാണ്ടിലാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം നിലവിൽ വന്നത്. 1857 ലഹളയ്ക്ക് ശേഷം ബ്രിട്ടീഷ് സർക്കാർ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടു. ട്രഷറി നിറയ്ക്കുന്നതിനായി ആദ്യത്തെ ആദായ നികുതി നിയമം 1860 ഫെബ്രുവരിയിൽ ജെയിംസ് വിൽസൺ അവതരിപ്പിച്ചു. അദ്ദേഹം ബ്രിട്ടീഷ് ഇന്ത്യയിലെ ആദ്യത്തെ ധനമന്ത്രിയായി നിയമനപ്പെട്ടു. ആദായ നികുതി നിയമം നിലവിൽ വന്നതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തിയും ജെയിംസ് വിൽസൺ ആയിരുന്നു. തന്റെ ബജറ്റ് വഴി അദ്ദേഹം ഇന്ത്യക്ക് അമൂല്യമായ ഒരു സാമ്പത്തിക ഭരണ ഉപകരണം നൽകി. നമ്മൾ പറയാൻ പോകുന്നത് ബിസിനസ്സിലേക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. അഡ്വർടൈസിംഗ്. ഇന്ത്യൻ അഡ്വർടൈസിംഗിന്റെ ഫാദർ ആരാണ് എന്നുള്ളതാണ്. അത് പദംസി എന്ന് പറയുന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് നമുക്കറിയാം. അദ്ദേഹം വളരെ നല്ലൊരു വെൽ നോൺ ആയിട്ടുള്ള ഒരുപാട് ഇൻവെൻഷൻസ് നമ്മുടെ ഇന്ത്യൻ അഡ്വർടൈസിംഗിലേക്ക് സംഭാവന ചെയ്ത ഒരാളാണ്. അപ്പൊ നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് കൂടുതലായിട്ട് അറിയാം. പദംസി ഇന്ത്യൻ പരസ്യ വ്യവസായത്തിന്റെ പിതാവും ഓസ്കാർ ജേതാവുമായിരുന്നു. ഒരു ഇന്ത്യൻ നാടക വ്യക്തിത്വവും പരസ്യ ചലച്ചിത്ര നിർമ്മാതാവുമായിരുന്നു പദംസി. ഗാന്ധി എന്ന സിനിമയിൽ മുഹമ്മദ് അലി ജിന്നായി അഭിനയിച്ചതിനാലാണ് അദ്ദേഹം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ലോകത്ത് കൂടുതൽ അറിയപ്പെടുന്നത്.
ഒരു നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ ഇന്ത്യൻ നാടകവേദിയിൽ ഏർപ്പെടുന്നതിനു പുറമെ ഒരു കാലത്ത് പരസ്യ കമ്പനിയായ ലിൻഡാസ് ബോംബെയുടെ തലവനായിരുന്ന പരസ്യ പ്രൊഫഷണലായിരുന്നു പദംസി. എന്നാൽ ഗ്ലോബലി ഫാദർ ഓഫ് അഡ്വർടൈസിംഗ് എന്ന് പറയുമ്പോൾ ശ്രദ്ധേയമായി ജേർണലിസ്റ്റിൽ പറയുന്ന ഒരു പേരാണ് ഡേവിഡ് ഒഗിൽവി. ഡേവിഡ് ഒഗിൽവി പരസ്യത്തിന്റെ പ്രവർത്തനം വിൽക്കുകയെന്ന ആശയത്തിൽ ഒഗിൽവി ആൻഡ് മാത്തർ സ്ഥാപിച്ചു. ആ വിജയകരമായ പരസ്യം ചെയ്യൽ ഉൽപ്പന്നത്തിന്റെ ഉപഭോക്താവിനെ കുറിച്ചുള്ള വിവരങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. പരസ്യങ്ങളെക്കുറിച്ചുള്ള ഒഗിൽവിയുടെ കാഴ്ചപ്പാടും ആ വീഡിയോയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന അടിസ്ഥാന ആശയങ്ങളും ഇന്നത്തെ ഫലപ്രദമായ പരസ്യത്തിന്റെ അടിസ്ഥാനമാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കണ്ടുപിടിച്ച കാര്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോ ഇതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് എന്തായാലും ഇപ്പൊ അല്ലെങ്കിലും എപ്പോഴെങ്കിലും നമുക്ക് ആവശ്യം വരുന്ന ഒരു കാര്യമാണ്. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നിന്നോട്ടെ, പഠിക്കുന്നത് നല്ല തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇത് ബെനിഫിഷ്യൽ ആണ്, ഈ ക്ലാസ് വളരെ നന്നായി എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അതൊന്ന് കമന്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ ഇങ്ങനത്തെ ക്ലാസ്സുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ അതിന്റെ അടുത്തൊരു ബെൽ ബട്ടൺ വരും, അത് ഓൾ തന്നെ പ്രസ് ചെയ്യാൻ നോക്കുക. എന്നാലേ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്ക് ഞങ്ങൾ അപ്ലോഡ് ചെയ്യുമ്പോൾ, വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പം തന്നെ വരികയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്തായാലും നല്ല രീതിയിൽ തന്നെയാണ് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത്. ആ സപ്പോർട്ട് വീണ്ടും തുടർന്നും ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അടുത്ത നല്ലൊരു ഇൻഫോർമാറ്റീവ് ആയിട്ട് വീഡിയോ ആയി വരുന്നവരേക്കും എല്ലാവരോടും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.